ലോറി ഉടമ മനാഫ്. പ്രത്യേകം ഒരു ഇൻട്രഡക്ഷൻ ഒന്നും ഈ ഒരു വിഷയത്തിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുന്റെ ഫാമിലിയുടെ കൂടെ നിൽക്കണമെന്ന ആഗ്രഹം എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും നിൽക്കണമെന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മളെല്ലാവരും 10-72 ദിവസം അർജുന് വേണ്ടി, അർജുൻ തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ അർജുന്റെ ബോഡി കിട്ടാനും വേണ്ടി ആഗ്രഹിച്ച ആളുകളാണ് നമ്മൾ. ഒരുപാട് ആ വ്യക്തിയെ നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും നമ്മൾ ഒരുപാട് ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ഫാമിലിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാതെ അവരെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് രാവിലെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എന്റെ എല്ലാ വീഡിയോയിലും, ഞാൻ ഈ ഒരു വിഷയത്തിൽ ചെയ്ത എല്ലാ വീഡിയോയിലും എനിക്ക് തോന്നുന്നു ഒരു കടുകുമണി കുറച്ച് കൂടുതൽ ഞാൻ അർജുന്റെ ഫാമിലിയുടെ കൂടെ തന്നെയാണ് നിന്നത്. അത് ഞാൻ ഇപ്പോഴും പറയും. പക്ഷെ ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കണ്ടു, മനാഫിനെതിരെ അർജുന്റെ ഫാമിലി കേസ് കൊടുത്തു എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല, ഒരു രീതിയിലും എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. യോജിക്കാൻ പറ്റാത്തതിന്റെ കാരണം വാട്ടവർ ലൈക്ക് മനാഫ് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റ് ചാനലിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അർജുന്റെ ഫാമിലി സൈബർ ബുള്ളിങ് ഓരോ ദിവസവും ആ ഫാമിലിയുടെ നാട്ടുകാർ വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ എല്ലാവരെയും തെറി പറയുന്നത്. അതൊരു ഭയങ്കര നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യാവസ്ഥ തന്നെയാണ്. മനാഫിന്റെ ഞാൻ ഇപ്പൊ ഒരു വാർത്ത വെച്ച് തരാം. അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഈ അവർക്ക് നേരെയുള്ള ഈ സൈബർ ബുള്ളിങ് ഇല്ലാതെയാവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറയാം, ആ ഒരു സൈബർ ബുള്ളിങ് ഇല്ലാതെയാവണമെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ കുഴലും ക്യാമറയും എടുത്തുകൊണ്ട് മനാഫിന്റെ പുറകെ പോകുന്ന പരിപാടി നിർത്തുക. മനാഫിന് ചിലപ്പോൾ ഒരു പരിധിക്കുള്ള അറിയത്തില്ലായിരിക്കും ഈ ഒരു കാര്യം കൊണ്ടാണ് സൈബർ ബുള്ളിങ് ഇത്രയും കൂടുന്നതെന്ന്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് മനാഫിന്റെ ഇന്നത്തെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അതിനകത്താണെങ്കിലും പുള്ളി കരയാനൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഡബിൾ ഇരട്ടിയായിട്ട് അർജുന്റെ വീട്ടുകാരെ ചെന്ന് തെറി പറയാൻ ഇവിടെ മലയാളികളുണ്ട്, ചെയ്യും അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ. അതാണ് സത്യം പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, അർജുൻ മനാഫ് എന്തും ആയിക്കോട്ടെ, പക്ഷെ അർജുന്റെ ആ ഒരു ബോഡി തിരിച്ച് കിട്ടാനായിട്ട് ഒരു കാരണം മനാഫും കൂടെയാണ്. ഓക്കെ, അത് ഞാനും എന്താണെങ്കിലും ഞാൻ പണ്ടേ സമ്മതിച്ച ഒരു കാര്യമാണ്. ആ ബോഡി ഇവിടെ കിട്ടാനായിട്ടുള്ള ഒരു കാര്യം മനാഫും കൂടെയാണ്. സോ അങ്ങനെയുള്ളപ്പോൾ പുള്ളിയുടെ സ്വയതാർപ്പല്യ പ്രകാരം പുള്ളിക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ എന്തോ ആയിക്കോട്ടെ, വോട്ടവർ, പക്ഷെ പുള്ളിയും കൂടെയും അതിനകത്ത് നിന്നത് കൊണ്ടാണ് ആ ഒരു ഡെഡ് ബോഡി ഇവിടെ വീട്ടിലേക്ക് വന്നത്. അതൊരു നിമിഷമെങ്കിലും ഈ വീട്ടുകാർ ഓർത്തായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കേസ് കൊടുക്കുമെന്ന്. ഇവരെ മിനിഞ്ഞാന്ന് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇന്നലെയും, മിനിഞ്ഞാന്നല്ല അതിന്റെ തലേദിവസം തോന്നുന്നു, ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് മനാഫ് സാറ്റലൈറ്റ് ചാനൽസിന്റെ ഫ്രണ്ടിൽ വന്ന് കഥകൾ പറയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും സൈബർ ബുള്ള് കിട്ടും. വീണ്ടും എന്തായാലും അവരായിട്ട് തുടങ്ങി വെച്ചു. അവർ തന്നെ വേറെ സാറ്റലൈറ്റ് മീഡിയ ചാനൽസിനെ വിളിച്ചിട്ട്, സാറ്റലൈറ്റ് ചാനൽസിനെ വിളിച്ചിട്ട്, ന്യൂസ് ചാനൽസിനെ വിളിച്ചിട്ട് വീണ്ടും അവരുടെ ഒരു അവസ്ഥ പറയട്ടെ. അങ്ങനെ ചെയ്യാമായിരുന്നു. അതല്ലാതെ കേസ് കൊടുത്തതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിൽ. ഓക്കെ, ഇനി എന്തായാലും ഇന്നത്തെ വാർത്ത ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. കണ്ടു തുടങ്ങിക്കോ. ഇപ്പോൾ രാവിലെ അറിഞ്ഞത് എന്ത് വകുപ്പിലാണ് കേസ് എടുത്തത് എന്നുള്ളത് ഞാൻ എന്തായാലും മതസ്പർദ്ധ കലാപാഹനം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കൂലേ. ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. യോജിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം മുതലുള്ള കാര്യമാണ്. മനാഫ് ചിലപ്പോൾ മതങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ മനാഫിന്റെ പേരും പറഞ്ഞ് അർജുന്റെ ഫാമിലിയെ തെറി പറയുന്നതിനകത്ത് ഒരു ഭൂരിഭാഗം പേരും നമ്മുടെ ഈ ഒരു മതം എടുത്തു വെച്ച് താങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ കമന്റ് ബോക്സുകൾ നിങ്ങൾ നോക്കിയാൽ മതി. അർജുന്റെ അളിയന്റെ കയ്യിലെ രാഗിയൊക്കെ വെച്ചിട്ട് ഇവിടെ സംസാരിക്കുന്ന കുറെ പേരെ ഞാൻ കണ്ടു. മതം നല്ല രീതിയിൽ രാഷ്ട്രീയം വലിച്ചിടാൻ ഇതെല്ലാം നോക്കുന്നുണ്ട്. മനാഫ് ഇട്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മനാഫിന്റെ പേരിൽ ഇവിടെ വലിയ രീതിയിൽ ആ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, കമ്മ്യൂണൽ ഇഷ്യൂവിലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യാം. പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു മനാഫിനെ അനുകൂലിക്കുന്നതുകൊണ്ട്. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഇത്തരം കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് പറഞ്ഞത്? ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത്, അവരാരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ഓലെ ആക്രമിക്കരുത്, ഓർക്കെതിരെ ഒരു കമൻറ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്.
അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ഒരു ഞാൻ എന്താ ചെയ്യാം. ജനങ്ങളുടെ വികാരം മനാഫ് വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. മനാഫ് വന്നിട്ട് ഇപ്പൊ ഈ ന്യൂസ് ചാനലിലാണെങ്കിലും വന്നിട്ട് ജനങ്ങളെ നിങ്ങൾ ഒന്നും ചെയ്യരുത്, അവരെ തെറി പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇരട്ടിയായിട്ടൂടെ തെറി പറയും. കാരണം ഈ ഒരു ന്യൂസ് ബൈറ്റ് ഞാനിപ്പോ നിങ്ങൾക്ക് വെച്ച് തരുന്നതിനകത്ത് അവസാനമാകുമ്പോഴത്തേക്ക് മനാഫ് കരയുന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മറ്റേ അങ്ങോട്ട് രോക്ഷാകുലരാകും ചില മാമന്മാര്. ഇവന്മാർ എന്നിട്ട് ഇറങ്ങും വീണ്ടും അവരുടെ ഫാമിലിയെ തെറി പറയാനായിട്ട്. അത് നടക്കുന്നുണ്ട് ഇവിടെ. മനാഫിന് ചിലപ്പോ ഞാൻ പറയുന്നില്ലേ, മനാഫ് ആദ്യമേ ചെയ്യേണ്ടത് ഈ സാറ്റലൈറ്റ് ചാനൽസ്, ന്യൂസ് ചാനൽസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കമ്പും കൊണ്ട് വരുമ്പോഴത്തേക്ക് താല്പര്യമില്ല സംസാരിക്കാൻ എന്ന് പറഞ്ഞ് ഇവന്മാരെ പറഞ്ഞു വിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കുറച്ച് സമാധാനം കിട്ടും. ആ വീട്ടുകാരെ ഇവിടെ തെറി പറയുന്നവരുടെ എണ്ണവും ഒന്ന് കുറയും. ഞാൻ വീണ്ടും പറയുന്നത്, ഞാനൊരു പരിധിയിൽ കൂടുതൽ മറ്റേ മനാഫിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യാനോ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനോ ഞാൻ നിൽക്കില്ല. ഞാൻ ആരെ ഇവിടെ ഒരു പരിധി കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ഞാൻ അവരുടെ അവസ്ഥ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല. നിങ്ങളെ പോലെ തന്നെ ഇപ്പം ഈ തെറി പറയുന്നവന്മാരില്ലേ, വെറുതെ പോയ ഫാമിലിയെ തെറി പറയുന്നവന്മാര്, അവന്മാരുടെ കൂട്ടത്തിലായി പോകും ഞാനും. കാരണം ഒന്നും ഒരു പരിധി കൂടുതൽ അറിയില്ല. നമ്മൾ വാർത്തയിലൂടെ കാണുന്ന കാര്യങ്ങളാണ്. അത് കണ്ടിട്ട് നമുക്ക് ഒരാളുടെ സൈഡിൽ നിന്നും ടോട്ടലി പറയാൻ പറ്റില്ല. എന്നാൽ ചില തെറ്റുകൾ കണ്ടുപിടിച്ച് സംസാരിക്കാം. അത് ഞാൻ പറയാം, ബാക്കിയും കൂടി ഒന്ന് കാണുക. അതിനിടയ്ക്ക് സാഹചര്യം താങ്കൾ പല ചാനലുകൾക്ക് നടത്തിയ കമന്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. എന്ത് പ്രതികരണം ഇപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാനും അവരെ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ അവരെ കൂടെ തന്നെ. മനാഫിന്റെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ, അതിലെവിടെയെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാമല്ലോ. അറിയില്ല, ഞാനൊന്നും അറിയില്ല. ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ FIR-ഉം കേസും ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്നലത്തോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞതാ. സങ്കടം ഉണ്ടാവില്ലേ? അത് കുഴപ്പമില്ല, സങ്കടമുണ്ട്. പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. ഇല്ല, പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല. പൊതുവെ പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, അനാവശ്യമായിട്ട് ദയവ് ഇതിൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കാതൊക്കെ. കാരണം എന്താണ്, എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം ഞാൻ 1500 കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ. എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ നമ്പറേ ഉള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയുകയാണ്. എനിക്ക് വറീഡാവുണ്ട്. ഞാൻ വിചാരിച്ച് ഇവനെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല, മാതൃകാപരമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിന്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതിനെങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? വികാരഭരിതനാകുന്നു മനാഫ്. അവിടെ നിന്ന് ചെറിയ രീതിയിൽ വിഷമമൊക്കെ വരുന്നു, കരയുന്നു. ഈ ഒരു സംഗതി ഇവിടെ ചാനൽ വഴി കാണുന്ന നാട്ടുകാര് ഉറപ്പായിട്ടും അർജുന്റെ ഫാമിലിയെ പോയി തെറി പറയും. അതുപോലെ തന്നെ മനാഫ് നേരത്തെ പറഞ്ഞൊരു കാര്യം, അവരെന്തൊക്കെ കേസ് കൊടുത്താലും ഞാൻ അവരുടെ കൂടെ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് മറ്റേ മലയാളികളുണ്ടല്ലോ, മറ്റേ അങ്ങോട്ട് ഞെരുവിരി അങ്ങോട്ട് കൊള്ളും. കണ്ടോ പാവോ അവൻ എന്നും പറഞ്ഞ് ആ ഫാമിലിയെ ചെന്ന് തെറി പറയും. ഇത് മനാഫിന് അറിയാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. എന്താണെങ്കിലും മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കാതിരിക്കുക. ഇത് തുടങ്ങി വെച്ചത് അവന്റെ ഫാമിലി തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരത് വന്ന് പറയാനൊരു കാരണമായിട്ട് അവർ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആൾക്കാരുടെ ചോദ്യങ്ങൾ കൊണ്ട്. അനിയൻ ചെറുക്കൻ പറയുന്നതായിട്ട് അവനെ വിളിച്ചാണ് ചോദിക്കുന്നത്, നിന്റെ ചേട്ടന്റെ കാശ് കൊണ്ടല്ലേ നീയൊക്കെ പുട്ടടിക്കുന്നതെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും പൊട്ടും. അങ്ങനെയാണ് ഓൺലൈൻ ചാനലിൽ വന്നിരുന്ന് പറയുന്നത്. അതിനെതിരെ മനാഫും വന്ന് പറഞ്ഞു, മതി, കഴിഞ്ഞു, പരിപാടി നിർത്തിയാൽ മതി. ഇത് വീണ്ടും 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 ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എത്രയൊക്കെ വന്നിട്ട് മനാഫ് അവരെ തെറി പറയണമെന്ന് പറഞ്ഞാലും ഇവിടെ തെറി തന്നെ പറയും ഒരു സൈഡിൽ നിന്നവരെ. അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, മനാഫ് ഇന്നലെ ഒരു ചാനലിൽ സംസാരിച്ചപ്പോഴത്തേക്ക് പറയുന്നത് കേട്ടു, 75,000 രൂപയുടെ മറ്റേ അർജുന് മാസം കൊടുക്കുന്നത്, അത് മാസം അത്രയൊന്നും കൊടുക്കുന്നില്ല എന്ന് അർജുന്റെ ഫാമിലി പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ മനാഫ് പറയുന്നുണ്ടായിരുന്നു 75,000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയാനുള്ളൊരു കാരണം അർജുന് ഇൻഷുറൻസ് തുക അത് കുറച്ച് കൂടുതൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പൊ അതൊരു ഡോക്യുമെന്റ് ആയിട്ട്, ഞാൻ ഈ പറയുന്നതൊക്കെ ന്യൂസിൽ വരുമ്പോഴത്തേക്ക് ഡോക്യുമെന്റ് ആയിട്ട് വെക്കുമല്ലോ, സോ അതുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് മനാഫ് പറയുന്നത് ഞാൻ കേട്ടു. മനാഫിനോടാണ് അപ്പൊ ഇത്. മനാഫ് അങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ല, ചിലപ്പോൾ നല്ല മനസ്സുകൊണ്ടായിരിക്കും ആ ഒരു സാധനം പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു സംഗതി പറയുമ്പോൾ അത് പറയുന്നതിന് മുമ്പ് അർജുന്റെ ഫാമിലി ഒന്ന് അറിയിക്കണമായിരുന്നു. ആ ഒരു സാധനമുണ്ട്.
ഇതൊക്കെ ഇവര് വന്നിട്ട് ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒന്ന് ആലോചിച്ചു, നമ്മളെ പറ്റി നമുക്കൊരാൾ ഇത്രയും കാശ് വരുന്നുണ്ട് പൊതു സമൂഹത്തിലിരുന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അത്രയും തരുന്നില്ലായിരിക്കും. അപ്പൊ നമുക്ക് തോന്നിയില്ലെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് തോന്നും എന്താണ് ഇയാൾ വിളിച്ചു പറയുന്നത്. മനസ്സിലായില്ലേ? ഈ സാധനം അർജുന്റെ ഫാമിലിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ, നേരെ മറിച്ച് ഒരു വാക്ക് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഇത് ചേരുന്നതെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രശ്നം വരത്തില്ലായിരിക്കും. ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഫാമിലിക്ക് കുറച്ചുകൂടെ മനാഫിനോടൊരു ദേഷ്യമോ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ഒരു കാര്യം. പിന്നെ മനാഫ് പറയുന്ന കണക്ക് മനാഫ് ഇതിനകത്ത് മതമൊന്നും വലിച്ചിട്ട് നിൽക്കുന്നില്ലായിരിക്കും. പക്ഷെ മനാഫിന്റെ പേരും പറഞ്ഞ് ആ പരിപാടി കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദൈവത്തെ ഓർത്ത് നിങ്ങളോടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക. മനാഫിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ തന്നെയല്ല നിങ്ങൾക്ക് അർജുനെ ഇഷ്ടം. അപ്പൊ അർജുന്റെ കുടുംബത്തെ നിങ്ങൾ ഇങ്ങനെ വലിച്ചങ്ങോട്ട് കീറാതിരിക്കുക. ഒന്നാമതൊരു സ്ത്രീകളും കുഞ്ഞും ഒക്കെ ഉള്ളൊരു കുടുംബം. അർജുന്റെ അനിയനും അതുപോലെ തന്നെ അളിയനും മാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾ വലിച്ചു കീറണം. അവരെ കീറുന്നതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ സ്ത്രീകളും കൂടെ അവരെല്ലാവരും ജോലിക്ക് പോകുന്നവരാ. അതും കൂടെ ഒക്കെ ഒന്ന് ആലോചിക്കുക എല്ലാവരും തെറി പറയുന്നതിനെ മുന്നേ. വെറുതെ മനാഫ് പറയുന്ന കണക്ക് മനാഫ് ഇനിയും പറഞ്ഞ് നിൽക്കാനൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വിഷയത്തിൽ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇതിനകത്ത് നമുക്ക് ഒരാളുടെയും സൈഡിൽ നിന്ന് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം നാളെ ഇത് തിരിഞ്ഞു കുത്തും. നിങ്ങൾ തന്നെ മലയാളികൾ നിങ്ങൾ തന്നെ ആലോചിക്കുക. മനാഫിനെ ആദ്യമേ ഇവിടെ മലയാളികൾ എല്ലാവരും തെറി പറഞ്ഞതാ അയാൾ അവിടെ പോയി ആ പരിപാടി കാണിക്കുന്നതിന് അല്ലേ? ആണല്ലോ. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പുള്ളി മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ വണ്ടിക്കകത്ത് ബോഡി ഉണ്ട്, വണ്ടി അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എല്ലാവരും പുള്ളി എടുത്ത് പൊക്കി. ഈ തെറി പറയാൻ നടക്കുന്നവരെല്ലാം അതൊന്നും ആലോചിച്ചാൽ മതി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. നാളെ വീണ്ടും നീയൊക്കെ തന്നെ അയാളെ ചിലപ്പോൾ തള്ളി പറയും. ഈ ഒരു സംഗതി ഇവിടെ നടക്കും. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ അവിടെ ഇവിടെ ഇല്ലാത്ത എനിക്ക് അങ്ങനെ ഇതിനകത്ത് നിൽക്കാൻ തോന്നിയിട്ടുള്ളൂ. ഒന്നാമത് ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് ഞാൻ അത് നേരിട്ട് കണ്ടിട്ടില്ല, അവിടെ പോയി നിന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വാർത്തകൾ വഴി അറിയുന്നതാണ്. ഒരു പരിധി വരെ വിശ്വസിക്കാം. അതിന്റെ അപ്പുറം വാർത്ത കണ്ടിട്ട് ഒരുത്തരെ കുറ്റം പറയാൻ ഞാനില്ല.